നവകേരള സർവേയിൽ സർക്കാരിനോട് ഹൈക്കോടതിയുടെ വിശദീകരണം. സർവേ തടയണമെന്ന ഹർജിയിൽ സർക്കാരിനോട് എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് നിർദ്ദേശം. സർവേക്ക് സർക്കാർ ഫണ്ട് നൽകുന്നതിൽ വ്യക്തത വരുത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ബിനിൽ, പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലും ഇത് പറഞ്ഞിരുന്നു. സർക്കാരിന്റെ അല്ലെങ്കിൽ ഖജനാവിൽ നിന്ന് പണം ഉപയോഗിക്കാൻ കഴിയില്ല ഈ സർവേ നടത്താൻ വേണ്ടിയെന്ന്. ഇപ്പോൾ കോടതി എന്താണ് സർക്കാരിനോട് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഒരു വ്യക്തത, ഒരു വിശദീകരണം തേടിയത്? ആര്യ, നവകേരള സർവേക്കെതിരെ നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെ 2 ഹർജികളാണ് ഇപ്പോൾ കോടതിയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ KSUവിന്റെ അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറാണ് ഒരു പൊതുതാൽപര്യ ഹർജിയുമായി ഇന്ന് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന് മുന്നിലെത്തിയത്. പ്രധാനപ്പെട്ട വാദമായി അവർ മുന്നോട്ട് വെച്ചത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് LDFന്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താനുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി സർക്കാർ പണം ചെലവഴിച്ച പാർട്ടി പ്രവർത്തകരെ, പാർട്ടി കേഡർമാരെ ഇറക്കിയുള്ള സർവേയാണ് നടക്കുന്നത്. ഇത് തടയണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. അതിൽ കോടതി ഇപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിലെ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്നാണ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. അടുത്ത 15ലേക്ക് കേസ് മാറ്റിയിരിക്കുകയാണ്. 14-ന് മുൻപ് എതിർ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ ഹർജിക്കാരന്റെ വാദങ്ങൾ നടന്ന ഘട്ടത്തിൽ കോടതി ഉന്നയിച്ച 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിയാൻ വേണ്ടി സർക്കാർ ഒരു സർവേ നടത്തുക, അല്ലെങ്കിൽ അതിലെ ഫീഡ്ബാക്ക് എടുക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നത് കോടതി ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വികസന കാര്യങ്ങളിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെ എന്നറിയാനുള്ള ഒരു ശ്രമം നടത്തുന്നതിനെ തടയാൻ കഴിയുമോ എന്ന 2 ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് സർക്കാരിന്റെ പണം ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ഉപയോഗിക്കാനുള്ള നീക്കമുണ്ടെങ്കിൽ അത് തടയുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.